ഹായ്, എന്തെല്ലാം വിശേഷം? സുഖമാണോ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. ഞാൻ അശ്വതി. ഇന്ന് നമ്മൾ രാവിലത്തെ ചെറിയ പരിപാടിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഓട്സ് ഉപ്പുമാവാണേ. അപ്പം ഹെൽത്തി ആണല്ലോ. അപ്പോൾ എന്നാൽ അതൊന്ന് ഉപ്പുമാവാക്കി, എപ്പോഴും കുറുക്കിയൊക്കെയാണ് കഴിക്കാറ്, എന്നാൽ ഉപ്പുമാവൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം സബോളയും ക്യാരറ്റും പച്ചമുളകും കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഇട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്നും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഓട്സും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെള്ളമൊക്കെ നനച്ച് നമ്മളത് വേവിച്ചെടുത്തു. അപ്പം അതുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ചേട്ടയ്ക്കും സച്ചോട്ടിനും ഒന്നും അത് വേണ്ട. അവർക്ക് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി ഒരു കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒരു ഡോപ്പിൾ സാമ്പാറും വെച്ചേ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഹെവി ആയിട്ട് വെക്കുന്ന സാമ്പാറിനേക്കാളും എനിക്കൊരു രസം തോന്നിയിട്ടോ. അത് കൂട്ടിയപ്പം വെച്ചപ്പോൾ കൊണ്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചാലും കൂട്ടിയപ്പം നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ലച്ചൂട്ടി വേഗം കട്ടൻ ചായയൊക്കെ വെച്ചിട്ടോ. അതിന് ശേഷം പിന്നെ കുറച്ച് അലക്കും പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനൊരു വൈകുന്നേരമായപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ കുത്തിയിരുന്നൊരു പരിപാടി കേട്ടോ. ലച്ചുവിൻ്റെ ഷർവാണിയും പോട്ടെ ഒരു കല്യാണത്തിനിടാൻ വേണ്ടി ഷറാറ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷറാറയിൽ വർക്ക് ഉണ്ടോയെന്ന് ചോദിച്ചുണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല ഒരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി ഹെവി ആയിട്ട് നമ്മളൊരു റിസപ്ഷൻ ലുക്കൊക്കെ വേണമെങ്കിൽ ഇച്ചിരി ഹെവി ആയിട്ട് വേണ്ടെന്ന് വിചാരിച്ചു ഞാൻ എൻ്റേതായ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യാണ് കേട്ടോ. കുറച്ച് ഹാൻഡ് വർക്കൊക്കെ ചെയ്യണേ. പിന്നെ നമ്മുടെ കട്ട് ബീഡ് വെച്ചിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം എടുത്തോ, കുറച്ച് നേരമല്ല, ഞാൻ അവിടുന്ന് പിന്നെ ചോറുണ്ണാനൊന്ന് ഏറ്റു. ഒരു 9:30 ആയപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി ഏറ്റു രാത്രി. പിന്നെ ഞാനൊരു 12:30 വരെ ഇരുന്നു കേട്ടോ. അപ്പം താഴെ കാണുന്ന ആ ഒറ്റ ലൈൻ വർക്ക് മാത്രം ഉണ്ടായിരുന്നല്ലേ, മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. അതിന് മുമ്പേ ഒന്ന് ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല ചുരിദാറ്. അപ്പം അത് പിന്നെ ഒന്ന് ഇച്ചിരി കൂടി ഹെവി ആക്കാൻ വേണ്ടി ഇലയിലെ കുറച്ച് മുത്തൊക്കെ തുന്നി പിടിപ്പിച്ചു. പിന്നെ ഒറ്റ ലൈനുള്ളതിൽ നമ്മൾ ചുമ്മാ ഇല പോലെ കട്ട് ബീഡ് കൊടുത്തു. അങ്ങനെ പിന്നെ സിൽവർ ബീഡ് കൊടുത്തു. അങ്ങനെ ഓരോരോ പരിപാടി കേട്ടോ. പിന്നെ അവസാനം രാത്രിയായപ്പം കണ്ണ് കാണുന്നില്ല എന്നുള്ളൊരവസ്ഥ, ഉറക്കം കൊണ്ട് കണ്ണ് കാണുന്നില്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ലച്ചൂട്ടി ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ലച്ചു ഇരുന്നു കേട്ടോ, എൻ്റെ കൂടെ കുറേ നേരം ഇരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു പോയി കിടന്നോന്ന്, എവിടെ. അപ്പോൾ അവൾക്ക് അത് ഫുള്ളായി കംപ്ലീറ്റായി കാണാനുള്ള ഇതും കൊണ്ട് അവൾ എനിക്ക് കൂട്ടിരുന്നു കേട്ടോ. ഇപ്പം എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മളിങ്ങനെ തന്നെ ഇരുന്ന് ചെയ്യുമ്പോൾ എന്തോ പോലെ തോന്നില്ലേ, എനിക്കങ്ങനെ തോന്നുന്നു. അപ്പോൾ അവളിരുന്നുകൊണ്ട് അത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായില്ല. അപ്പം അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ലച്ചുവിൻ്റെ ഷറാറിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ്. അപ്പോൾ കുറച്ച് അലക്കുലത്തൊക്കെ അയിലയിലൊക്കെ തുന്നി പിടിപ്പിച്ചു. അങ്ങനെ കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ ഷറാറ അടിപൊളിയായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ പ്രചോദനം. അപ്പം നമ്മുടെ ടോപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ നെക്കിലും പിന്നെ ടോപ്പിൻ്റെ അടിഭാഗത്തുമായിട്ട് വർക്കൊക്കെ ചെയ്തിട്ടോ. എന്നിട്ട് നമ്മൾ കല്യാണത്തിന് പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. വർക്ക് കാണാൻ ഫോട്ടോയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ പൊന്നൂട്ടിൻ്റെ ലച്ചൂട്ടി നിന്നിട്ടുള്ള ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.